ഹായ്, എല്ലാവർക്കും രാക്കാസ് കിച്ചൻ വേദിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങള് പുറത്തേക്ക് വന്നേക്കാണ്. അപ്പൊ വീട്ടിലൊന്നും ഇന്ന് 2 ദിവസം വീട്ടില് കുക്കിംഗ് പരിപാടി ഒന്നും ഇല്ല. അപ്പൊ ഞങ്ങള് ഓമാൻ മുസാണ്ട കാണാനായിട്ട് വന്നേക്കാം. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് സൈഡ് ഡിഷ് ആയിട്ടൊരു ചായ കുടിക്കാനായിട്ട് കയറിയതാണ്. അപ്പൊ ചായ കുടിക്കാനായിട്ട് വരുമ്പോ ഞങ്ങളൊരു ബർഗറാണ് ഓർഡർ ചെയ്തേക്കുന്നത് കേട്ടാ. വേണ്ട ഇവിടെ ക്യാമറമാൻ ഉണ്ട്. ബർഗർ കഴിക്കുന്ന ഒരു കഫ്തേരിയയുടെ പേരാണ് സുമയ കഫ്തേരിയ. അപ്പൊ ഞാനൊരു ബർഗറും മോനും ചായ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് നിഷ്പിന്റെ അസുഖമുള്ള കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കും. അപ്പൊ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ബർഗർ വന്നുട്ടാ. ബർഗർ അവര് മുറിച്ച് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഷേപ്പ് ആയിട്ടിരിക്കുന്നത്. അതിന്റെ ഒപ്പം നമുക്ക് മറ്റേ ഫ്രഞ്ച് ഫ്രൈ ഉണ്ട്. അപ്പൊ മോനെണ്ണം വേണ്ടാന്നൊക്കെ പറയും, പക്ഷെ എൻ്റെ ഇന്ന് ഷെയറായിട്ട് എന്നും പോവും. വേണ്ടാന്ന് പറഞ്ഞ മോനെണ്ണം കണ്ട എന്നുള്ള പരിപാടി അത് ആളൊന്നും ഓർഡർ ചെയ്യില്ല. എന്നിട്ട് ആള് ഞാൻ മേടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഷെയർ ചെയ്ത് കഴിക്കും. ആളാണ് കേട്ടാ. ഒന്നര ഹായ് പറഞ്ഞ കൂടെ വരുന്നവര് കൊടുന്ന് ബർഗറും അങ്ങനെ ചായക്കും കുടിക്കണം. കാരണം എന്താണ്, ഈ ബർഗർ നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. അങ്ങനെ ഞങ്ങള് ഒമാൻ്റെ ബോർഡറിലേക്ക് കയറി. പാസ്പോർട്ട് രണ്ടും അടിച്ചു, വിസ അടിച്ചു. വിസ വേണ്ട, UAE റിസൾട്ട്സിന് വിസ വേണ്ട കേട്ടോ. നമ്മൾ UAE റിസൾട്ട്സിന് ഒമാനിൽ പോകണമെങ്കിൽ വീണ്ടും എടുത്ത് പറയാണ് വിസ വേണ്ട, ഫ്രീ എൻട്രിയാണ്. ഞങ്ങൾ രണ്ടാളവിടെ ജസ്റ്റ് സ്റ്റാമ്പ് ചെയ്യണം. കുറച്ച് പ്രൊസീജിയറിനാണ് സ്റ്റാമ്പ് ചെയ്തു, ഫോമൊക്കെ ഫില്ല് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് എൻ്ററാകാൻ പോവുകയാണ്. നമ്മൾ UAE റിസൾട്ട്സിന് ദുബായിൽ നിന്ന് ഒമാൻ ബോർഡറിലേക്ക് ഔട്ടാകുമ്പോൾ UAE ഔട്ടാകുമ്പോൾ ഒരു 35 ദിർഹം വെച്ച് അടയ്ക്കണം പെർ ഹെഡ്. അത് മാത്രമല്ല അതിൻ്റെ പ്രൊസീജിയറുള്ള. ഞങ്ങൾ ബാക്കി വിശേഷങ്ങൾ ഉള്ളിൽ കയറിയ ശേഷം പറയാം. തിരക്ക് വളരെ കുറവാണ്, എനിക്ക് തോന്നുന്നു നാളെയൊക്കെ തിരക്കുണ്ട് അല്ലേ? വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കണം. വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കണം, മുലിക്കുക. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയാണ്ട്, വരുന്നവർ വണ്ടി നമ്മൾ ആരാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നവർ അവരുടെ പേരുള്ള വണ്ടി ആയിരിക്കണം. അതൊന്ന് ഓക്കെ. പിന്നെ 6 മാസം വാലിഡിറ്റി ഉണ്ടായിരിക്കണം, എക്സ്പയർ ഡേറ്റ് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. പാസ്പോർട്ടും എമിറേറ്റ്സ് ഐ ഡി. വേറെ പ്രത്യേകിച്ച് ചിലവൊന്നും ഇവിടെ ഇല്ല, അതിൻ്റെ ഉള്ളൂ. പിന്നെ വണ്ടി പാസിംഗ് ആയിരിക്കും, വണ്ടി ആയിരിക്കണം, സ്വന്തം വണ്ടി ആയിരിക്കണം. രണ്ടക്കാർ അലവടില്ല. ഇൻഷുറൻസിന് 3 ദിവസത്തേക്ക് 10 ഒമാൻ റിയാൽ, 10 അല്ല 11 ഒമാൻ റിയാൽ. 11 ഒമാൻ റിയാലും ഏകദേശം 100 ദിർഹത്തിനൊക്കെ വരും. 110. ആ ഓക്കെ. ഇവിടെ ഒരു കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ. അതെ, നമ്മള് വണ്ടി കയറിയിരിക്കുക. അപ്പൊ സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള മലകളാണ്, കാണാനായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്ന് മാത്രമല്ല, നമ്മൾ ഇത്ര നാള് പല സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു സൈഡിൽ കടലും ഇതുവരെ ഈ കയറ്റവും ഈ മലകളുള്ള ആദ്യമായിട്ടാണ് അല്ലേ? റാസൽ ഖൈമയിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഇത്ര അധികം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. റാസൽ ഖൈമ കഴിഞ്ഞ് നമ്മൾ പോന്നു. ഇപ്പൊ ഒമാനാണ്, മുസാണ്ടം എന്നിട്ട് കസബ് സുൽത്താനത്ത് ഓഫ് ഒമാൻ. അപ്പൊ ഇതേപോലെ നമ്മള് അവിടെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് നല്ലൊരു ഹൈ റേഞ്ചാണ്, നല്ല കയറ്റാണ്. കണ്ടില്ലേ, നല്ലൊരു എയർപിന്നാണിത്. ഈ വലിയ മലകൾ കമ്പ്യൂട്ടർ വെട്ടി തുറന്നിട്ടൊക്കെ റോഡാണിത്. ഞാൻ പണ്ട് 2005 ഇവിടെ വന്നിട്ടുണ്ട്, ഇപ്പൊ ട്രക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ മുകളിലേക്ക് കയറി കൊണ്ടിരിക്കുകയാണ്. കയറ്റട്ടാ, എയർപിന്നാണത്. നമ്മള് റാസൽ ഖൈമ റോഡ് കഴിയാറായി. അപ്പോൾ ഇവിടെ ബോർഡിന്റെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ അൽദാര ബോർഡർ ക്രോസിംഗും വിത്ത് സുൽത്താനറ്റ് ഓഫ് ഒമാൻ. 14 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോർഡർ കടക്കായിട്ടാ. ഏകദേശം ദുബായിൽ നിന്ന് ഞങ്ങൾ അൽക്കുസ്ത വരുന്നത് ഏകദേശം ഈ ബോർഡറിൻ്റെ അവിടേക്ക് ഒരു 200 കിലോമീറ്റർ ഏകദേശം കാണും. ഞാൻ കിലോമീറ്റർ നോക്കിയില്ല. നമ്മൾ ദുബായിൽ നിന്ന് വരികയാണെങ്കിൽ വരേണ്ട റോഡ് എമിറേറ്റ്സ് റോഡ് 611 ഒരേ റോഡാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഈ ബോർഡർ ക്രോസിംഗിലേക്ക് 14 കിലോമീറ്റർ ഉണ്ട്. അൽദാര അടിയിൽ സുൽത്താനേറ്റ് ഒമാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് വിടുകയാണ്. ഞങ്ങൾ ഓർഡർ ചെയ്ത മന്തി വന്നു. അപ്പോൾ അവർ നമുക്ക് വിളമ്പി തരാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ തന്നെ സെർവ് ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചിട്ടാണ്. അതെ, മോൻ്റെ കൈയൊക്കെ കഴുകി വന്നിരിക്കുന്നുണ്ട്. അപ്പം മന്തിയുടെ ഒപ്പം കഴിക്കാനുള്ള ചിക്കൻ നമുക്ക് ആൾ 2 കഷ്ണാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. സൈഡ് ഡിഷായിട്ട് ഒരു സലാഡ് ഉണ്ട്, ഒരു പരിപ്പ് കറി ഉണ്ട്, തൈരുണ്ട്, തക്കാളി ചട്നി. അപ്പം ഞാനിവിടെ കുറച്ചൊക്കെ പകർത്തിയാക്കി വെച്ചിട്ടുണ്ട്.
ഞങ്ങൾ ടെൻ്റൊക്കെ അടിച്ചു. ടെൻ്റ് അടിച്ചിട്ട് കാറ്റത്തൊക്കെ പറന്ന് പോന്ന്. അപ്പോൾ ഞങ്ങളൊരു കയറൊക്കെ മേടിച്ച് കെട്ടാനായിട്ട് പുറത്തേക്കൊന്ന് വന്നേക്കാം, കയറൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ വന്നപ്പോൾ ഞങ്ങളൊരു കഫ്റ്ററിയിൽ കയറിയിട്ട് മോനേട്ട ചായയും ഞാനൊരു മാംഗോ ജ്യൂസാണ് കുടിക്കാൻ കയറിയേക്കുന്നത്. അപ്പോൾ അത് കുടിച്ച് ഇവിടെ നിന്ന് ഒരു കയറൊക്കെ മേടിച്ച് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് വെറുതെ ഒന്ന് കറങ്ങണം. എന്നിട്ട് തിരിച്ച് വീണ്ടും ഞങ്ങൾ ആ ബീച്ചിൻ്റെ അടുത്ത് ടെൻ്റ് അടിക്കാൻ പോകും. ഞങ്ങളങ്ങനെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ വന്നത് ഒരു ടെൻ്റൊക്കെ അടിച്ചുട്ടാ. നമ്മുടെ കഥാനായകൻ ടെൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ആദ്യം 2-3 വട്ടം അതൊക്കെ പറന്നു പോയി. അപ്പോൾ കല്ലൊക്കെ വെച്ച് റെഡിയാക്കി. ഞങ്ങളിവിടെ ബീച്ചിൻ്റെ സൈഡ് ബീച്ച് കുറച്ചങ്ങോട്ട് നീങ്ങി പോകണം. ഇവിടെ വന്ന് ടെൻ്റ് അടിച്ചു. ആദ്യത്തെ പ്രാവശ്യം ടെൻ്റ് അടിച്ച് അത് ശരിയായില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടാമതും കയറൊക്കെ വെച്ച് കല്ലൊക്കെ വെച്ച് കെട്ടി. അതിൻ്റെ ഇടയിൽ പോലീസ് വന്ന് പറഞ്ഞു ഇവിടെ ടെൻ്റ് അടിക്കാൻ പാടില്ല. പിന്നെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് ഞങ്ങളിത് വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ ഇട്ടു. അപ്പോൾ പെട്ടെന്ന് ആർക്കും കാണാൻ പറ്റില്ല. പിന്നെ നോക്കിയപ്പോൾ കുറച്ച് ഫാമിലീസൊക്കെ ഇവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമാധാനത്തിൽ ഞങ്ങളിവിടെ ടെൻ്റൊക്കെ അടിച്ച് അതിന് സെറ്റാക്കി. ഇനി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കിടക്കും. നാളെ കാലത്ത് 7 മണിയാകുമ്പോൾ എണീക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു.